കൂട്ടുകാർ ചോദിക്കും, എടാ ലൈനൊന്നും ഇല്ലടാ ചോദിക്കും, ലവറൊന്നും ഇല്ലടാ എന്ന് ചോദിക്കുമ്പോ ലവർ എന്നോ ആയി. ഐ ഹാവ് എ ലവർ, ഇറ്റ് ഈസ് മൈ മദർ, എന്റെ അമ്മയാണ്. പറയണം, നിങ്ങൾ പറയണം, ഐ ഹാവ് എ ലവർ, ഇറ്റ് ഈസ് മൈ ഫാദർ. വീട്ടിലേക്ക് ചെല്ല്, ഉമ്മയെ ഉപ്പയെ അനിയനെ ചേട്ടനെ ചേച്ചിയെ ഒക്കെ കെട്ടിപ്പിടിച്ച് പ്രേമിക്കുക. ഇന്നൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഉമ്മാനെ അമ്മയാണ് കെട്ടിപ്പിടിക്കണം, മുറുക്കി പിടിക്കണം. ആൺകുട്ടികളും അങ്ങനെ മുറുക്കി പിടിക്കുക. ശ്വാസം മുട്ടിക്കോട്ടെ, മുറുക്കി പിടിക്കും. അപ്പോ അമ്മ ചോദിക്കും, എന്താ ഈ ചെക്കന് പറ്റിയത്, എന്താ ഈ പെണ്ണിന് പറ്റിയത്, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. പറയണം, അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മ. എന്താ നീ വേം പറ, എനിക്ക് ശ്വാസം മുട്ടണ്. അല്ല അതുമ്മ ഞാൻ പറയട്ടെ. പറയടി പെണ്ണെ വേം പറ. ഞാൻ പറയട്ടെ ഉമ്മ, ഞാൻ പറയട്ടെ. ഐ ലവ് യു ഉമ്മ, ഐ ലവ് യു പറഞ്ഞു പഠിക്കൂ. അതെ മക്കളെ, അതല്ലാതെ ഈ പ്രായത്തിൽ നിങ്ങളുടെ പുറകിൽ, പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, ഈ പ്രായത്തിൽ നിങ്ങളുടെ പുറകെ ഏതെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാർ വരികയാണെങ്കിൽ നിങ്ങൾ ഓർത്തോ, അവൻ ശിശുവാണ്, അവന്റെ ബുദ്ധി വളർന്നിട്ടില്ല. നിങ്ങളെ പോലെയുള്ള പെൺകുട്ടികളുടെ പുറകെ അവൻ വരുമ്പോ അവൻ മണ്ടനാണ്. അവനോട് നീ പറയണം, അവൻ ഏതെങ്കിലും മയക്കുമരുന്ന് അടിച്ച് ബോധമില്ലാതെ ഇത് എന്റെ സഹോദരിയാണ് തിരിച്ചറിയാതെ വരുന്ന ഭ്രാന്തനാണെന്ന് കരുതുക. അവനോട് വരുമ്പോ പറയാ, നീ പോ മോനെ ദിനേശ. ഇവിടെയുള്ള രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങള് 10 വയസ്സ് വരെ 11 വയസ്സ് വരെ ഈ കുട്ടികളെ എന്നും കെട്ടിപ്പിടിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു, മടിയിലിരുത്തിയിരുന്നു. പക്ഷേ ഇപ്പൊ ഇവര് നിങ്ങൾക്ക് നിഷേധികളാണ്, പറഞ്ഞാൽ കേൾക്കാത്തവരാണ്. വലുതാവുമ്പോ ചേർത്ത് പിടിക്കാൻ, എന്നും ചേർത്ത് പിടിക്കണം, മക്കളെ ചേർത്ത് പിടിക്കണം. അവർ എത്ര പ്രായമായിക്കോട്ടെ, അമ്മയുടെ ഉമ്മയുടെ ഉപ്പയുടെ അച്ഛന്റെ ആ ഒരു ലാളന, ആ ഒരു സ്പർശം അവരാഗ്രഹിക്കുന്നുണ്ട്. അവർ ഓക്സിറ്റോസിനും വാസോപ്രസിനും പരന്നൊഴുകും. അത് ചാനലൈസ് ചെയ്യപ്പെടും. അത് വേറൊരു ലഹരിയിലേക്ക് അവർ പോവില്ല. അല്ലെങ്കിൽ ഈ സ്നേഹം കൊടുക്കാൻ നമ്മൾ മറന്നുപോയാൽ അവർക്ക് സ്നേഹം കൊടുക്കാൻ ഒരുപാട് പേര് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അത് ചതിയുടെ വഴിയിലാണ്. മക്കളെ ഓർത്തോ.